മരണം കഴിയുമ്പോൾ ഗൃഹസ്ഥർക്ക് അവരുടെ പുത്രന്മാർ വന്നിട്ട് അന്തേ നാരായണ സ്മൃതി കായേന വാച മനസേന്ദ്രിയേർവാ പ്രകൃതേർ സ്വഭാവ കരോമി അന്യൻ സകലം പരസ്മൈ എന്ന് പുത്രന്മാർ വന്ന് പിണ്ടദാനം ചെയ്താലേ അവർക്ക് അടുത്ത തലത്തിലേക്ക് മോക്ഷത്തിലേക്ക് ഉയരാൻ ഒരുതുള്ളൂ. ഇപ്പം ചിലർക്കൊരു ചോദ്യം വരാം, എനിക്ക് മകനില്ലല്ലോ, എന്ത് ചെയ്യാം? ഇന്ന് കാലത്ത് അതിനൊന്നും പ്രസക്തിയില്ല. മക്കൾ ആരാണെങ്കിലും ചെയ്യാം, മരുമക്കൾക്ക് ചെയ്യാം. അഥവാ നിങ്ങൾക്ക് ആരെയും കിട്ടിയില്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വന്ന് ചെയ്തു തരും. ഇപ്പോൾ പുതിയതായിട്ട് ഡൽഹിയിൽ ഒരു കമ്പനി തുടങ്ങിയിരിക്കുക, 30,000 രൂപ അടച്ചാൽ അവർ വന്ന് ചെയ്തു തരും. അന്ധേ നാരായണ സ്മൃതി വളരെ അത്യാവശ്യം. പ്രായേന അല്പായുഷസഭ്യ കലൗവസ്മിൻ യുഗേ ജനാഹ. കലിയുഗത്തിൽ വയസ്സ്, സൈസ് എല്ലാം ചെറുതായി അവരുടെ കാഴ്ചപ്പാടും വളരെ നേരോ. ഞാൻ എൻ്റെ ഭക്ഷണം, വേറെ ഒരു ചിന്തയില്ല. അങ്ങനെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ദൈവമേ എന്നെ മാത്രമേ രക്ഷിക്കണേ, ഞാൻ എൻ്റെ ഭക്ഷണം, വേറെ ഒന്നും ചിലരുടെ ചിന്തയിൽ അവരുടെ ഫാമിലി പോലും ഇല്ല, അവരെ പോലും മാറ്റി വെച്ചിരിക്കുക. അങ്ങനെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ജീവിതം. അതായത് ഓൾഡ് ഏജ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ശാപമാണ്. ജന്മ മൃത്യു ജര വ്യാധി, ജര ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്ത് വീട് മുഴുവനും ഭരിച്ചു, തൻ്റെ സമ്പാദ്യം എല്ലാം ഭരിച്ച് താൻ പറയുന്നത് കേട്ട് 300 പേര് 400 പേര് എല്ലാം ജോലി എല്ലാം ഉണ്ടായിരുന്ന ആള് പതുക്കെ 70-75 ആകുമ്പോൾ ഒരു സൈഡിൽ ഒതുങ്ങേണ്ട അവസ്ഥ. എന്തെങ്കിലും ചെയ്യാൻ പോയാലോ മക്കൾ പറയും, മിണ്ടാതെ ഇരുന്നൂടെ, ഞാൻ വന്ന് ചെയ്യുമല്ലോ, എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് കേൾക്കുമ്പോൾ ആ വയസ്സായ ആൾക്കാരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു യുദ്ധം ഇല്ലേ? ശരി, മക്കൾ പറഞ്ഞാൽ പോട്ടെ, ചെറുമക്കൾ വന്ന് വഴക്ക് പറയും. ഞാൻ ഹെൽപ്ലെസ് ആണെന്ന് ബോധ്യമാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. എല്ലാത്തിനും പരസഹായം എടുക്കേണ്ടി വരും. ഒന്ന് കുളിക്കാൻ പോകണം, ഒന്ന് ബാത്റൂമിൽ പോകണം, ഒന്ന് വ്യക്തിപരമായി എന്തെങ്കിലും എല്ലാത്തിനും പരസഹായത്തിന് കാത്തിരിക്കുമ്പോൾ ആ മാനസിക അവസ്ഥയുണ്ടല്ലോ, വല്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ടെങ്കിലും ആൾക്കാർ ഭക്തിയിലേക്ക് വരണം. കാരണം അങ്ങനെ ഉള്ളവർക്ക് ഒരു പ്രയാസമില്ല. ഞങ്ങളുടെ ആശ്രമത്തിൽ കുറേ ഉണ്ട് വയസ്സായവർ, ഒരു പ്രശ്നമില്ല അവർക്ക്. മക്കളെടുത്ത് പോവില്ല, മരുമക്കളെടുത്ത് പോവില്ല. ഇവരെന്താ ചെയ്യുക? ഉള്ള പൈസ എടുത്ത് മായപ്പൂർ വൃന്ദാവൻ ചുറ്റി നടന്ന് അത് ജോളി അടിക്കുക. മക്കൾ ചോദിക്കുക, കൊള്ളാമല്ലോ. ദൈവത്തിനെ ആശ്രയിച്ചാൽ ആ വയസ്സായ കാലം സുഖകരമായിരിക്കും. ഇല്ലെങ്കിൽ മനസ്സിനകത്ത് മഹായുദ്ധം നടക്കും. കാരണം എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല, എൻ്റെ ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യം ഭയങ്കര വേദനയാണ്. ജനനം എങ്ങനെ വേദനയാണോ, മരണം എങ്ങനെ വേദനയാണോ, അതുപോലെ തന്നെ വാർദ്ധക്യവും രോഗവും വേദനയാണ്. എത്ര പേര് സമ്മതിക്കുന്നു? അതുകൊണ്ട് നമ്മൾ ആത്മീകം മനസ്സിലാക്കിയിരിക്കണം.